അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻസ് ഓഫ് 3 വേരിയബിൾസ് ആണ്. അപ്പോൾ ആദ്യം ഡെഫിനിഷൻ നോക്കാം. അപ്പോൾ ഇവിടെ നോക്കൂ ഡെഫിനിഷൻ. ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് w is equal to f of x y z in the direction of a unit vector u is du of f of x y z is equal to limit h tends to 0 f of x plus h cos alpha y plus h cos beta and z plus h cos gamma of x y z divided by h. എന്താ വരുന്നത്? du of in the direction of a unit vector f of x y z എന്നുള്ള 3 വേരിയബിൾ ഉണ്ടായിരിക്കും. ലിമിറ്റും അതുപോലെ തന്നെ ആൽഫ ബീറ്റ ആൻഡ് ഗാമ എന്നുള്ള 3 ആംഗിളിലായിട്ടാണ് പറയുന്നത്. where alpha, beta, gamma are the directional angles of the unit vector. Unit vector ന്റെ angle ആണ് alpha, beta, gamma and measured relative to the positive x, y and z axis provided the limit exists. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ x നമുക്ക് കിട്ടിയ യൂണിറ്റ് വെക്റ്റർ നമുക്ക് ഇൻ ദ ഡയറക്ഷൻ ഓഫ് പോസിറ്റീവ് ആക്സിസ് എന്നാണ് പറഞ്ഞിരുന്നത് അല്ലേ. അപ്പോൾ u നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആംഗിളും നമുക്ക് കിട്ടിയാൽ നമ്മൾ അതിനെ പോസിറ്റീവ് ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ എഴുതുക. നെഗറ്റീവിലാണ് പറയുന്നത് വെച്ചാൽ നമുക്ക് കിട്ടിയ യുവിന് നമ്മൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് നെഗറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ സെയിം ഡെഫിനിഷൻ തന്നെയാണ്. ഡി യു ഓഫ് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ലിമിറ്റ് 2 വേരിയബിളിന്റെ സെയിം അതുപോലെ തന്നെയാണ്. ഇവിടെ നമുക്ക് ഡി യു ഓഫ് എഫ് ഓഫ് എക്സ് വൈ ആ തിയറത്തിൽ നിന്ന് എങ്ങനെ എഴുതാം? ഡി യു ഓഫ് എഫ് ഓഫ് എക്സ് വൈ സെഡ് 3 വേരിയബിൾ ഉണ്ട് അല്ലേ. ഡി യു ഓഫ് ഡിറക്ഷണൽ ഡെറിവേറ്റീവ് ഇൻ 3 വേരിയബിൾ ഇസ് ഈക്വൽ ടു del f of xy. അപ്പോൾ എന്ത് വരും? del f of xyz dot u. സെയിം അതുപോലെ തന്നെയാണ് ഡെഫിനിഷൻ വരുന്നത്. ഒരു തിയറം അതുപോലെ തന്നെ ഇവിടെ അപ്ലൈ ചെയ്യാം. 3 വേരിയബിളിലാവുമ്പോഴും ഡി യു ഓഫ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു del f of xy dot xyz dot u വരും വരും. അപ്പോൾ ഇനി ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം നോക്കാം. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് തന്നെയാണ് നേരത്തെ 2 വേരിയബിളിൽ ചെയ്ത പോലെ തന്നെ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് തന്നെയാണ് ഇവിടെയും പ്രോബ്ലം ചെയ്യുന്നത്. Find the directional derivative of f of x y z is equal to e raised to x plus y plus 3z at the point -2, 2, -1 in the direction of a is equal to 20i minus 4j plus 5k. അപ്പോൾ ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആണ്. ഫംഗ്ഷൻ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എങ്ങനെ എഴുതാം? d of x y z is equal to del f of xyz ഡോട്ട് യു എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇവിടെ പോയിന്റ് തന്നിട്ടുള്ളത് ഏതാണ്? xyz എന്നുള്ളത് -2, 2, -1 ആണ്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ഡി യു ഓഫ് എഫ് ഓഫ് -2, 2, -1 ഇസ് ഈക്വൽ ടു del f of -2, 2, -1 ഡോട്ട് യു. ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് യൂണിറ്റ് വെക്ടർ കാൽക്കുലേറ്റ് ചെയ്യാം. നേരത്തെ നമ്മൾ 2 വേരിയബിളിൽ പറഞ്ഞപ്പോൾ യു ജസ്റ്റ് എന്തായിരുന്നു? നമുക്ക് നേരിട്ട് തന്നിരുന്നു അല്ലേ. കോസ് തീറ്റ ഐ പ്ലസ് സൈൻ തീറ്റ ജെ എന്ന് തന്നിരുന്നു. അവിടെ തീറ്റ എന്നുള്ള ആംഗിളും തന്നിരുന്നു. ഇവിടെ നമുക്ക് യൂണിറ്റ് വെക്ടർ തന്നിട്ടില്ല. പക്ഷെ നമുക്ക് യൂണിറ്റ് വെക്ടർ ഒരു ഡയറക്ഷനിലാണ് തന്നിട്ടുണ്ട് അല്ലേ. പക്ഷെ നമുക്ക് ഒരു ഡയറക്ഷൻ ഓഫ് എ വെക്ടർ തന്നിട്ടുണ്ട് എ എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിന് യൂണിറ്റ് വെക്ടർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? യൂണിറ്റ് വെക്ടർ u in the direction of a vector 20i minus 4j plus 5k is എങ്ങനെ എഴുതാം നമുക്ക്? യൂണിറ്റ് വെക്ടർ in the direction of a vector a is equal to 20i minus 4j plus 5k is u is equal to 20i minus 4j plus 5k divided by root of 20 square plus minus 4 square plus 5 square എന്ന് എഴുതാം. ഈക്വൽ ടു ഇവിടെ നിന്ന് എന്ത് എഴുതാം? 20i minus 4j plus 5k ഡിവൈഡഡ് ബൈ ഇവിടെ നമുക്ക് 400 plus 16 plus 25 ആണ് അല്ലേ. അപ്പോൾ റൂട്ട് 441 വരും, അതായത് 21 വരും. ഈക്വൽ ടു 20/21i മൈനസ് 4/21j പ്ലസ് 5/21k. അപ്പോൾ ഇതാണ് യൂണിറ്റ് വെക്ടർ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഡി യു ഓഫ് എഫ് ഓഫ് -2, 2, -1 കാൽക്കുലേറ്റ് ചെയ്യേണ്ടതിൽ യു കിട്ടി. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി അല്ലേ. യു ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്? യു നമുക്ക് തന്നിരുന്നില്ല. പക്ഷെ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ വെക്ടർ എന്ന് പറഞ്ഞിട്ട് എ എന്നുള്ളൊരു വെക്ടർ തന്നിരുന്നു. ആ വെക്ടറിന് നമുക്ക് യൂണിറ്റ് വെക്ടർ എങ്ങനെ കാണാം? യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഈ വെക്ടർ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? യു ഇസ് ഈക്വൽ ടു 20i മൈനസ് തന്നിരിക്കുന്ന വെക്ടർ ഏതാണോ അതിന്റെ ഡിവൈഡഡ് ബൈ അതിന്റെ മോഡുലസ് കൊടുക്കുക, അതിന്റെ റൂട്ട് എടുക്കുക അല്ലേ. ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 20 സ്ക്വയർ പ്ലസ് -4 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ
ഡിവൈഡഡ് ബൈ 21 വരും. അതിന് നമ്മൾ ij k കമ്പോണന്റ് ആക്കി സെപ്പറേറ്റ് ചെയ്ത് എഴുതി. അപ്പോൾ ഇതാണ് യൂണിറ്റ് വെക്റ്റർ. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം u is equal to എന്താ കിട്ടിയത്, u is equal to 20/21i minus 4/21j plus 5/21k. അപ്പോൾ യൂണിറ്റ് വെക്റ്റർ കിട്ടി അല്ലേ. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഡെൽ എഫ് ആണ്. അപ്പോൾ നമുക്ക് ഡെൽ എഫ് നോക്കാം. ഡെൽ എഫ് ഓഫ് -2 to -1 ആണ് ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് എക്സ്, ഫസ്റ്റ് എഫ് എക്സിലെ എഫ് എക്സ് ഓഫ് -2 to -1i പ്ലസ് എഫ് വൈ ഓഫ് -2 to -1j പ്ലസ് എഫ് സെഡ് ഓഫ് -2 to -1k. ഇതാണ് ഡെൽ എഫ് അല്ലേ. ഡെൽ എഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിൽ ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ ഡോ എഫ് ബൈ ഡോ സെഡ് കെ എന്ന് വരും. ഓക്കെ, അപ്പം ഇനി ഇതിൽ ഓരോന്നായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് എഫ് എക്സ് നോക്കാം. എഫ് എക്സ് ഓഫ് എക്സ് വൈ സെഡിലെ എഫ് എക്സ് ഓഫ് -2 to -1 ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഡോ എഫ് ബൈ ഡോ എക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൽ എക്സ് വൈ സെഡിന് എന്ത് ചെയ്യാം, -2 to -1 കൊടുക്കാം. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് എന്താണ്, എഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട് e⁻x + y + 3z ആണ് അല്ലേ, ഈക്വൽ ടു ഇത് വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വരും, e⁻x + y + 3z ഇൻറ്റു 1 വരും അല്ലേ. ഇൻറ്റു e⁻xന്റെ എക്സിൽ ഇതിന്റെ ഡെറിവേറ്റീവ് എന്താ വരിക, ഫസ്റ്റിൽ എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 1 എന്ന് വരും, വൈയും സെഡും 0 ആയി പോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, e⁻x + y + 3z ആണ് കിട്ടി. ഇതിൽ നമ്മൾ എന്ത് ചെയ്യാം, എക്സിന് ഇവിടെ -2 ആൻഡ് വൈന് എന്ത് കൊടുക്കുക 2, സെഡിന് -1 കൊടുക്കുക. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് വരും, e⁻2 + 2 + 3 ഇൻറ്റു -1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, e⁻, ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു അല്ലേ, e⁻−3 എന്ന് വരും. e⁻−3 എന്നാണ് എന്ത് കിട്ടിയത്, എഫ് എക്സ് ഓഫ് -2 to -1 കിട്ടിയത്. ക്ലിയർ ആയില്ലേ. എന്ത് ചെയ്തു നമ്മൾ ആദ്യം ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് ആണ് അല്ലേ. അതിന് എന്ത് ചെയ്തു, എഫിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. എഫിനെ e⁻x + y + 3z ആണ് തന്നിട്ടുണ്ട്. അതിന് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ e⁻x എന്നുള്ള ഫോമിന്റെ ഡെറിവേറ്റീവ് എന്താ വരിക, e⁻x+ അത് തന്നെ വരിക അല്ലേ. അപ്പോൾ അത് തന്നെ കൊടുത്തു ഇൻറ്റു ഇവിടെ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ വരിക 1. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, എക്സിന് -2 കൊടുത്തു, വൈന് 2 കൊടുത്തു, സെറ്റിന് -1. അപ്പോൾ e⁻−3 ആണ് ഡോ എഫ് എക്സ് കിട്ടുന്നത്. ഇനി അതുപോലെ എഫ് വൈ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇതെന്താ കിട്ടിയത്, e⁻−3. ഇനി എഫ് എക്സ് അല്ലേ, എഫ് വൈ ഓഫ് -2 to -1 എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഡോ ബൈ ഡോ വൈ ഓഫ് എഫ് എന്താണ്, e⁻x + y + 3z ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെയും നമ്മൾ e⁻xന്റെ ഡെറിവേറ്റീവ് എന്താ വരിക, e⁻x + y + 3z ഇൻറ്റു 1 വരും അല്ലേ. വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ x + y എന്ന് പറഞ്ഞാൽ വൈന്റെ ഡെറിവേറ്റീവ് വീണ്ടും 1 വരെ, എക്സും സെറ്റും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ -2 to -1 കൊടുക്കുമ്പോൾ എന്ത് വരും, e⁻2 + 2 + 3 ഇൻറ്റു -1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു e⁻3. അപ്പോൾ നമുക്ക് ഇത് എന്താന്ന് കിട്ടി, e⁻3 ആണ് കിട്ടി. എഫ് വൈയും e⁻3 ആണ് കിട്ടി. ഇനി അതുപോലെ എന്ത് ചെയ്യുക, എഫ് സെഡ് കാൽക്കുലേറ്റ് ചെയ്യാം. എഫ് സെഡ് എന്ത് വരും നോക്കാം. എഫ് സെഡ് ഓഫ് -2 to -1 ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ സെഡ് ഓഫ് എഫ് e⁻x + y + 3z ഈക്വൽ ടു e⁻x + y + 3z. ഇവിടെ നോക്കൂ, ഇവിടെ സെഡിലാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ സെഡിന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു 3z + 3z ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരും, ഇൻറ്റു d/dz ഓഫ് 3z എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഇൻറ്റു 3 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3e⁻x + y + 3z എന്നാണ് വരുന്നത്. ഇതിൽ നമ്മൾ എക്സിനും വൈനും സെഡിനും ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും, 3 ഇൻറ്റു e⁻2 + 2 + 3 ഇൻറ്റു -1 വരും അല്ലേ. അതെന്ത് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 3e⁻−3 എന്ന് വരും. അപ്പോൾ എഫ് സെഡ് എന്താന്ന് കിട്ടി, 3e⁻−3 ആണ്. ക്ലിയർ ആയില്ലേ. ഇവിടെ ഒരു എക്സ്ട്രാ 3 വരുന്നു, മുന്നേ വരുന്നുള്ളൂ, കാരണം ഇവിടെ 3z ഉള്ളതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഡെൽ എഫ് എന്ത് വരും, ഡെൽ എഫ് ഓഫ് -2 to -1 ഈക്വൽ ടു എഫ് എക്സ് എന്താന്ന് കിട്ടിയിട്ടുണ്ട്, e⁻−3 അല്ലെ.
e raised to minus 3i plus e raised to minus 3j plus 3 e raised to minus 3k എന്ന് വരും. അപ്പൊ നമുക്ക് del f of minus 2 2 minus 1 കിട്ടി. ഇതാണ് വരുന്ന വെക്ടർ അല്ലെ. u നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. എന്താണ് u കിട്ടിയത്? ഇപ്പോൾ 20/21 i minus 4/21 j plus 5/21 k ആണ്. അപ്പൊ അതവിടെ നമുക്ക് ഇതിൽ ഈ du of f കാൽക്കുലേറ്റ് ചെയ്യാൻ ഇത് അപ്ലൈ ചെയ്ത് നോക്കാം. du minus 2 minus 1 is equal to del f എന്താ ഇപ്പൊ കിട്ടിയത്? e raised to minus 3i plus e raised to minus 3j plus 3 e raised to minus 3k dot നമ്മളുടെ വെക്ടർ u എന്താ കിട്ടിയത് നമുക്ക്? 20/21 i minus 4/21 j plus 5/21 k. അപ്പൊ ഇനി എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. എങ്ങനെയാണ് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തൊരു ഫസ്റ്റ് ഇത് രണ്ടും കൂടെ, അതായത് എന്തൊരു 20/21 ഇൻറ്റു e raised to minus 3 എന്ന് വരും അല്ലെ. 20/21 e raised to minus 3 മൈനസ് ഇത് രണ്ടും കൂടെ ആദ്യം മൾട്ടിപ്ലൈ ചെയ്തു. മൈനസ് എന്ത് വരും? 4/21 ഇൻറ്റു e raised to minus 3 പ്ലസ് 5/21 ഇൻറ്റു 3 e raised to minus 3 എന്ന് വരും അല്ലേ. അതായത് 5 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വരും? 15/21 e raised to minus 3. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 20 മൈനസ് 4 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 16 ഉണ്ടാവും. 16 പ്ലസ് 15 എന്ന് പറഞ്ഞാൽ 31. 31/21 e raised to minus 3 എന്നുള്ളതാണ് d of minus 2 minus 1. ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ വെക്ടർ u ആണ് ചോദിച്ചിരുന്നത്. അപ്പൊ u എന്നുള്ളത് നമുക്ക് തന്നിരുന്നില്ല ഫസ്റ്റ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഈ പോയിന്റിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ d of f of minus 2 minus 1 is equal to del f of minus 2 minus 1. അതിൽ ആദ്യം നമ്മൾ യൂണിറ്റ് വെക്ടർ കാൽക്കുലേറ്റ് ചെയ്തു. യൂണിറ്റ് വെക്ടർ ഇവിടെ തന്നിരുന്നില്ല, പക്ഷെ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ വെക്ടർ എന്ന് പറഞ്ഞിട്ട് എന്നുള്ളൊരു വെക്ടർ തന്നിരുന്നു. അതിൽ നിന്ന് നമ്മൾ യൂണിറ്റ് വെക്ടർ കാൽക്കുലേറ്റ് ചെയ്തു. യൂണിറ്റ് വെക്ടർ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഇത് തന്നിരിക്കുന്ന വെക്ടർ ഡിവൈഡ് ബൈ അതിനെ മോഡുലസ് ചെയ്താൽ മതി. അപ്പൊ യൂണിറ്റ് വെക്ടർ കിട്ടി. അതിനുശേഷം നമ്മൾ ഡെൽ എഫ് ഓരോന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. എഫ് എക്സ്, എഫ് വൈ, എഫ് സെറ്റ് കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ രണ്ട് വെക്ടറുകൾ തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് ആണ് വരിക. അത് ചെയ്ത് കഴിയുമ്പോൾ du of f of minus 2 minus 1 is equal to 31/21 e raised to minus 3 എന്ന് വരും. ക്ലിയർ? ഇനി അടുത്ത പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലം നോക്ക്. Find the directional derivative of the function f of x y z is equal to x cube y square z raised to 5 minus 2xz plus yz plus 3x at p of minus 1 minus 2 1 in the direction of the negative z axis. അപ്പോൾ ഇവിടെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് തന്നെയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അതായത് du of f of x y z is equal to del f of x y z dot u. ഇതന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ നെഗറ്റീവ് സെഡ് ആക്സിസ്. അതായത് യൂണിറ്റ് വെക്ടർ നമുക്ക് എന്താ തന്നിട്ടുണ്ട്? യൂണിറ്റ് വെക്ടർ അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് നെഗറ്റീവ് സെഡ് ആക്സിസ്. അതെന്താ വരിക? u is equal to യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് നെഗറ്റീവ് സെഡ് ആക്സിസ് എന്ന് പറഞ്ഞാൽ u എന്താ വരും? നമുക്കറിയാം സെഡ് ആക്സിസ് ഒരു വെക്ടർ ഒന്നും നമുക്ക് തന്നിട്ടില്ല അല്ലേ. അപ്പോൾ വെക്ടറിന്റെ കമ്പോണന്റ് എന്താ വരിക? k. അപ്പൊ അതിന്റെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എന്ത് വരും? മൈനസ്. സെഡ് ആക്സിസിൽ വരുന്നത് ഏതാണ്? k ആണ് അല്ലെ. i എക്സ് ജെ വൈ വരും, k ആണ് z വരുന്നത്. അപ്പൊ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് നെഗറ്റീവ് സെഡ് ആക്സിസ് എന്ന് പറഞ്ഞാൽ u is equal to എന്ത് എഴുതാം? നെഗറ്റീവ് k. ഇനി ഡെൽ എഫ് മറ്റേതൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. അപ്പൊ എങ്ങനെ ചെയ്യാം? du f ഓഫ് എക്സ് വൈ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ പോയിന്റ് ഉള്ളത്? -1 -2 1 equal to del f of minus 2 del f of -1 -2 1. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഓരോ പോയിന്റുകളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെ. ഇവിടെ ആദ്യം എന്ത് ചെയ്യണം? എഫ് എക്സ് ഓഫ് -1 -2 1 അത് കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ എഫ് വൈ, എഫ് സെറ്റ്, പിന്നെ അതിന്റെ എല്ലാം കൂടെ ആഡ് ചെയ്തതിനു ശേഷം ഈ വെക്ടറായിട്ട് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്താൽ മതി. അപ്പൊ എഫ് എക്സ് എന്ത് വരും? ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് എക്സ്. എഫ് എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? x cube y square z raised to 5 minus 2xz plus yz plus 3x. വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ്. അപ്പൊ ഇവിടെ എന്ത് വരും? 3x square y square z raised to 5 അല്ലെ. ഇവിടെ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 3x square
ഇത് രണ്ട് കോൺസ്റ്റന്റ് ആണ്, അതുപോലെ എഴുതി. -2x z എന്ന് പറഞ്ഞാൽ 2z, എക്സിന്റെ ഡെറിവേറ്റീവ് 1 വരും അല്ലെ. ഇത് 0 ആയി പോകും. ഇവിടെ എന്താണ് +3 കൂടെ ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? fx ഓഫ് -1 -2 1 ആണ് വേണ്ടത് അല്ലെ. അതായത് എക്സിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കുക? -1 -1² y എന്താ വരുന്നത്? -2² z ഓ 1 1/5 -2 × 1/5 +3 എന്ന് വരും. ഇറ്റ് ഈസ് ഈക്വൽ ടു 3 × 1 4 എന്ന് പറയില്ല. അപ്പൊ 12 എന്ന് വരും. ഇവിടെ 12 - 2 +3 എന്ന് വരും. ഈക്വൽ ടു ഇതെന്ത് വരും? 12 - 2 പറഞ്ഞാൽ 10 + 3 എന്ന് പറഞ്ഞാൽ 13 വരും അല്ലേ. അപ്പൊ fx ഓഫ് -1 -2 1 കിട്ടിയ എന്താണ്? 13 ആണ്. ഇനി അതുപോലെ fy കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ എഴുതാം fx എന്താണ്? എന്ത് എഴുതാം? fy ഓഫ് -1 -2 1 എന്ത് വരും? ∂y ഓഫ് f എന്താണ്? x³ y² z⁵5 - 2xz + yz + 3x വരും അല്ലെ. ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ എക്സും സെറ്റും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ എന്ത് വരും? x³ × 2y z⁵5 - 0 വരും അല്ലെ. ഇത് കംപ്ലീറ്റ് 0 ആയി പോകും. അപ്പൊ അത് എഴുതണ്ട. പ്ലസ് yzന്റെ ഇത് വരും z പ്ലസ് അടുത്തതും 0 ആയിരിക്കും. അപ്പൊ ഇതിൽ കൊടുക്കുമ്പോൾ എന്ത് വരും? ഇതിൽ ഇനി നമ്മൾ ഓരോ ടേം ആയിട്ട് കൊടുക്കാം. എക്സിന് എന്ത് കൊടുക്കാം? -1, വൈയില് -2, സെറ്റിന് 1. അപ്പൊ എന്തൊരു? -1³ 2 × y എന്ന് പറഞ്ഞാൽ -2 ആണ്. z⁵1/5 പ്ലസ് z എന്ന് പറയുമ്പോൾ എന്ത് വരും? 1/5 എന്ന് പറഞ്ഞാൽ 1 അല്ല പ്ലസ് 1 വരും അല്ലെ. z 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -1³ പറഞ്ഞാൽ -1 × 2 × 2 -2 എന്ന് പറഞ്ഞാൽ -4 പ്ലസ് 1 വരും. ദാറ്റ് ഈസ് -1 -4 എന്ന് പറഞ്ഞാൽ 4 + 1 എന്ന് പറഞ്ഞാൽ 5 എന്ന് വരും അല്ലെ. അപ്പൊ നമുക്ക് fy എന്താന്ന് കിട്ടി? 5 ആണെന്ന് കിട്ടി. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈൻ്റെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എക്സിനെയും സെറ്റിനെയും കോൺസ്റ്റന്റ് ആക്കുക. അപ്പോൾ fy 5 ആണ് കിട്ടി. ഇനി അതുപോലെ എന്ത് ചെയ്യുക? fz കാൽക്കുലേറ്റ് ചെയ്യുക. fz ഓഫ് -1 -2 1 ഈക്വൽ ടു ∂z ഓഫ് f x³ y² z⁵5 - 2xz + yz + 3x. It is equal to with respect to z-ലാണ്. അപ്പോൾ എക്സും വൈയും കോൺസ്റ്റന്റ് ആണ്. x³ y² z⁵5നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 5 z⁴ എന്ന് വരും അല്ലേ. 5 z⁴ - 2x എന്ന് വരും പ്ലസ് y പ്ലസ് 0 എന്നുണ്ടാവും. ഇവിടെ നമ്മൾ എക്സിന് 1 കൊടുക്കുമ്പോൾ എന്ത് വരും? എക്സിന് -1 കൊടുക്കുമ്പോൾ -1³ ആൻഡ് y -2² z 1 -2 × -1 പ്ലസ് -2 എന്ന് വരും. ഇറ്റ് ഈസ് ഈക്വൽ ടു -5 -1³ പറഞ്ഞാൽ -1 വരും. അപ്പോൾ -5 × 4 മൈനസ് ഇവിടെ -2 -1 ആണ് അല്ലേ. അപ്പോൾ അതെന്തായി വരും? +2 -2 എന്ന് വരും. രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ -20 വരും. ഈക്വൽ ടു -20. അപ്പോൾ fz എന്താന്ന് കിട്ടി? -20. ഇനി എന്ത് ചെയ്യാം? നമ്മൾ ∂f ഓഫ് xyz അതിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? ∂f ഓഫ് -1 -2 1 ഈക്വൽ ടു ആദ്യം എന്താണ്? fxi. നമുക്ക് fxi പ്ലസ് fyj പ്ലസ് fzk ആണ് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 13i പ്ലസ് 5j മൈനസ് 20k എന്ന് വരും. അപ്പൊ ഇനി du ഓഫ് f ഓഫ് xyz എന്ന് പറഞ്ഞാൽ ഇതിൽ കൊടുക്കാം അല്ലെ. du ഓഫ് -1 -2 1 is equal to ∂f of -1 -2 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 13i plus 5j minus 20k dot u. u എന്നുള്ള വെക്ടർ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് -k ആണ്. അപ്പം നമുക്ക് അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഈക്വൽ ടു 13 ഇൻറ്റു ഇവിടെ ഒന്നുമില്ല അല്ലേ, 0 ആണ്. അപ്പോൾ അത് പോയി. 5 ഇൻറ്റു അതും പോയി. ഇപ്പോൾ ബാക്കി എന്ത് വരും? -20 ഇൻറ്റു -1 വരും അല്ലേ. -20 ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? -20 എന്ന് വരും അല്ലേ. അപ്പോൾ 20 എന്നുള്ളതാണ് du ഓഫ് -1
-2 1 വരുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഈ യൂണിറ്റ് വെക്ടർ നമുക്ക് തന്നിട്ടില്ല. യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ നെഗറ്റീവ് സെഡ് ആക്സിസ് ആണ് പറഞ്ഞിരുന്നു. അത് നമ്മൾ എന്ത് ചെയ്തു, നെഗറ്റീവ് സെഡ് ആക്സിസിന്റെ കെ കമ്പോണന്റ് ആണ്, അപ്പോൾ -k എന്ന് കൊടുത്തു. എന്നിട്ട് നേരത്തെ പോലെ തന്നെ ഓരോ ടേമുകളായിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. അത് ആ വാല്യൂ കൊടുത്തു. -1 -2 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം രണ്ട് വെക്ടറുകൾ തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്തു. ക്ലിയർ അല്ലേ?